നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ ആവണമെങ്കിൽ നല്ലൊരു ബോഡി വേണോ? ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രെയിനർ ആവാൻ പറ്റത്തുള്ളൂ. എന്നോട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ എനിക്ക് നല്ലൊരു ട്രെയിനർ ആവണം, പക്ഷെ അതിന് മുന്നേ എനിക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ചെയ്താൽ മാത്രമേ എനിക്കൊരു ട്രെയിനർ ആവാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനും പേഴ്സണൽ ട്രെയിനിങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ട്രെയിനറിന് എപ്പോഴും വേണ്ടത് നോളജ് ആണ്. അതിപ്പോ ട്രെയിനിങ്ങിന്റെ കേസിൽ മാത്രമല്ലല്ലോ, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ മേഖലയെ പറ്റിയിട്ട് നമുക്കൊരു വിവരം വേണ്ടേ? പണി അറിയാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. മിസ്റ്റർ കേരള അടിച്ച ഒരാൾക്ക് ഒരു ക്ലയന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സ്ക്രീനിങ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം, ഇതൊന്നും അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ട്രെയിനേഴ്സിന് എപ്പോഴും ഒരു ഡീസന്റ് ഫിസിക് വേണം. ബിക്കോസ് ക്ലയൻസ് നമ്മളോട് ചോദിക്കുകയാണ്, ആശാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മറുപടി ഉണ്ട് പറയാൻ? ചിലപ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാവും, പക്ഷെ അത് പാടില്ല. ട്രെയിനേഴ്സ് നിർബന്ധമായിട്ട് വർക്കൗട്ട് ചെയ്തിരിക്കണം. വർക്കൗട്ട് പോസ്റ്റേഴ്സിനെ പറ്റിയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മളൊരു ക്ലയന്റിനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ആൾക്ക് ആ പോസ്റ്റർ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അടുത്തൊരു ഓപ്ഷൻസ് ഉണ്ടാവണം. അതിനെന്ത് വേണം? വർക്കൗട്ട് ചെയ്തിരിക്കണം. പഠിക്കുന്ന സമയത്ത് കണക്ക് നമുക്ക് വായിച്ചാൽ മനസ്സിലാവോ? അത് ചെയ്ത് പഠിച്ചാലല്ല മനസ്സിലാവത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ പുതിയതായിട്ട് ഇനി പേഴ്സണൽ ട്രെയിനർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്റെ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഗൈസ്, പേഴ്സണൽ ട്രെയിനറിനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫിറ്റ് ഫോക്കസ് വിത്ത് ആനന്ദ് വികാരിയായിട്ട്